നിങ്ങളുടെ മെറ്റീരിയലിന്റെ പോലെ അല്ല ഇത്. ആദ്യം ഇത് കണ്ട, ഇത് കാണുന്നുണ്ടോ? ഞങ്ങൾക്ക് ഹൈറ്റ് ഒക്കെ വെയിറ്റ് ഒക്കെ ഉണ്ട്, നിന്റെ പോലെ ചെറുതല്ല. ഞങ്ങൾക്ക് ഹൈറ്റ് ഒക്കെ ഉണ്ട്, നിന്റെ പോലെ ചെറുതല്ല. ഇത് കേട്ടതും അനുമോൾക്ക് ഉരുവട്ടി. പിന്നെ എന്താ ചെയ്യുക? നമ്മളെ പഴയ അടവില്ലേ, കരച്ചിൽ, നമ്മളെ സ്റ്റാർ മാജിക്കിലൊക്കെ കാട്ടിയ അടവേ, കരച്ചിൽ അടവേ, ആ അടവണ്ട് ഇറക്കി. സത്യം പറഞ്ഞാൽ ഈ അനുവിന് വേറൊന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അതല്ല, ആ പേരിൽ തന്നെ ഉണ്ട് അനുക്കുട്ടി. ഇത് കുട്ടികളെമാരി കരഞ്ഞുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ട്. ഒരു കുട്ടിയാണെന്നുള്ളത് ദിവസം തോറും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അനു. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7. അപ്പോൾ അങ്ങനെ അനുക്കുട്ടിയോട് ജിസേൽ ഐറ്റിൻ്റെ കാര്യം പറഞ്ഞതോടെ നെഞ്ചു പൊട്ടിയിരിക്കുകയാണ് അനുക്കുട്ടി. സത്യം പറഞ്ഞാൽ ഇവളൊക്കെ എന്തിനാ അവിടെ പോയിക്കണം എന്നുള്ളത് തന്നെ മറന്നിക്കുകയാണ്. പല സീരിയലിലും അഭിനയിക്കണ മാതിരി എപ്പോൾ നോക്കിയാലും കരഞ്ഞു കൊണ്ടിരിക്കുകയാണെന്ന്. എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ഈ അനു പറയുന്നില്ലേ ഹൈറ്റ് കുറവാണെന്ന്. അങ്ങനെ ജിസയിൽ പറഞ്ഞിട്ടേ ഇല്ല. ഇതൊരു ഡ്രസ്സിന്റെ പ്രശ്നമാണ്. ജിസയിൽ ഇടുന്ന ഡ്രസ്സ് കണ്ടിട്ട് അനുവിന് കുരുപൊട്ടിയിട്ടാണ്. ഡ്രസ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഹൈറ്റൊക്കെ ഉണ്ട്, എൻ്റെ മാതിരി ചെറുതല്ല എന്ന് പറഞ്ഞത്. ജിസൈലിന് ഇടാൻ പറ്റിയ ഡ്രസ്സ് അനുവിന് ഇടാൻ പറ്റൂല എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. ഈ ജിസൈലിനാണെങ്കിൽ മലയാളം അത്രക്കണ്ട് ഭാഷയല്ല. എന്നിട്ട് അതിലാണ് കയറി പിടിച്ചു അനുമോള്. ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഗോളടിക്കാൻ നോക്കിയതാ. പക്ഷെ ആകെ അറിയണ ഈ കണ്ണീർ കുടന്മാരി കരയാൻ മാത്രമല്ലേ ഉള്ളൂ. അതാര് കാണാൻ? എല്ലാവർക്കും കണ്ട് മടുത്തു. എന്നിട്ട് കരച്ചിൽ വരുത്തിയിട്ട് ഓടുന്ന ഒരു രംഗുണ്ട്, അതൊന്നും കാണാം. എന്താ ഈ അനുക്കുട്ടിക്ക്? ഇതിന് വല്ല സീരിയലിൽ പോയി അഭിനയിച്ചാൽ പോരെ? ഇവിടെ കടന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടേ ഇരിക്കുക. ഈ ക്യാമറകളാണെങ്കിൽ കരയുന്ന ആൾക്കാരെ ഓടിച്ചിട്ട് പിടിക്കും. അതാണ് ബിഗ് ബോസിന്റെ ക്യാമറകൾ. കാരണം എന്താ വെച്ചാൽ ഒരു പ്രമോക്കുള്ള വക കിട്ടിയാലോ. പുള്ളിക്കാരി എന്തൊക്കെ പിച്ചും പയ്യൊക്കെ പറയുന്നുണ്ട്, അതൊന്നും കണ്ടോക്കാം. ഇത് ഈ അനുക്കുട്ടി ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടി ഒന്നല്ല. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടിയിൽ തന്നെ തൊട്ടാ കരയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ അസുഖം, തൊട്ടീനും പിടിച്ചീനൊക്കെ കരയണത്. ഇവളൊക്കെ ഇതിൽ എന്തിനാ കൊടുന്നിക്കണമെന്ന് തന്നെ അറിയില്ല. പരിപാടി തുടങ്ങിയിട്ട് ആകെ കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഒരു 10,000 വട്ടം കരഞ്ഞു. എന്തായാലും ഇതിൽ കപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കരഞ്ഞീനുള്ള അവാർഡ് എന്തായാലും കിട്ടും, അതുറപ്പാണ്. എന്താ ഇതിനൊക്കെ പറയാ? ഇതിലൊന്നും പറയാല്ല. അവിടെ ഉള്ള ആൾക്കാരുടെ റിയാക്ഷൻ തന്നെ ഒന്ന് കണ്ടോക്കിയാലോ. ഇതാപ്പ രണ്ടാൾ ചിരിച്ചു പോയില്ലേ? അതന്നെ എല്ലാവർക്കും അറിയാം ഇവൾക്ക് തന്നെ പണിയെന്ന്. എന്നിട്ടും അറിയാത്തമാരി കടിച്ചു പിടിച്ച് നിൽക്കുകയാണേ. എന്നിട്ട് ഓളെങ്ങനെ ആശ്വസിപ്പിക്കുക, കരയുണ്ടടി അനുക്കുട്ടി കരയരുതേ, അതൊന്നും കുഴപ്പമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് പറ്റിയ പണി സീരിയലും സ്റ്റാർ മാജിക്കും തന്നെയാണ്. അല്ലാതെ ഈ പരിപാടിയിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല മനക്കട്ടി തന്നെ വേണം. ഇതൊക്കെ എന്ത് തുടങ്ങിയിട്ടും കൂടി ഇല്ല, അപ്പോഴേക്കിനാണ് ഇമ്മാരി പ്രകടനം. അനുക്കുട്ടിനെ പരമാവധി ഊറ്റെടുത്തിട്ട് ഇപ്പം അടുത്ത് തന്നെ തട്ടിവിടും ബിഗ് ബോസ്. എന്തായാലും അനുവിൻ്റെ ഇനി ഒരുപാട് കരച്ചിൽ എപ്പിസോഡുകൾ ഉണ്ടാവും. അത് കണ്ട് ചിരിച്ചു കരയുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.